നമ്മളുടെ മാർവല് ലാസ്റ്റ് സാന്റിയാഗോ കോമിക്കോൺ 2 ദിവസം മുന്നേ ഇന്നലെ ആയിരുന്നു അല്ലേ, വലിയൊരു അനൗൺസ്മെന്റ് നടത്തി. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരുപാട് പേര് ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ അതിനെക്കുറിച്ച് എന്താ സംഭവങ്ങൾ ചെയ്യുമെന്നുള്ളത് വെച്ച്. അപ്പൊ ജസ്റ്റ് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, MCU എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം അയൺമാൻ അടിച്ച് പുള്ളി വിക്ടർ വോണ്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വീണ്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തിരിച്ചു വരികയാണ്. റൂസോ ബ്രദേഴ്സ് തന്നെയാണ് പടം ഡയറക്ട് ചെയ്യുന്നത്. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അതുപോലെ തന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. മുന്നേ ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുന്ന ക്യാരക്ടർ അതിന് പകരം അതിന്റെ നെയിം എന്താണ് ഖാങ് ഡൈനസ്റ്റി എന്നായിരുന്നു. ഖാങ് ഡൈനസ്റ്റി എന്നുള്ളത് പടമായിരുന്നു. അപ്പം അത് റീടൈറ്റിൽ ചെയ്തിട്ടാണ് ഇപ്പം ഡൂംസ്ഡേ എന്ന് പറഞ്ഞൊരു പുതിയ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പം മറ്റേത് ജോണത്തൻ ബൈസിന്റെ കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും പുള്ളിയുടെ ഇതുപോലെ തന്നെ അതിന് കാസ്റ്റ് എന്താണ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ആ ഒരു കാസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ പുള്ളിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ മാറ്റി ചിന്തിച്ചുകൊണ്ട് അവർ വീണ്ടും അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. അതൊരു സർപ്രൈസിങ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോഴും ആരായിരിക്കും ഞാൻ ആകാംക്ഷയോടെ നോക്കി. പക്ഷെ RDJ ആണെന്ന് കണ്ടപ്പോഴും ഐ വാസ് പക്ഷെ പിന്നീട് എനിക്ക് അറിയിച്ചപ്പോൾ വേണമായിരുന്നോ എന്നും കൂടി തോന്നി. ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ അതുപോലെ നമ്മുടെ സ്റ്റാൻലിയും ജാക്ക് കെർബിയും ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ. 1962 1962 ഫാന്റാസ്റ്റിക് ഫോർ 5 ഫസ്റ്റ് ടൈം ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്തിട്ടുള്ളത്. അത് റീഡ് റിച്ചാർഡ്സും അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിന്റെയും ഒരു എനിമി, അത് ഡയറക്റ്റ് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു എനിമി എന്നുള്ള രീതിയിലാണ് വിക്ടർ വോണ്ടോ എന്നുള്ള ക്യാരക്ടറിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻലി ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എനിമി ആയിട്ടാണ് ഡോക്ടർ ഡൂം ഉള്ളതെങ്കിലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ കോമിക് ക്യാരക്ടേഴ്സിൽ ബാക്കിയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിട്ടും ഇത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. അത് സ്പൈഡർമാൻ ഉണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ട്, എക്സ്മാൻ ഉണ്ട്, അവഞ്ചേഴ്സ് ഉണ്ട്, അയൺമാൻ അടക്കമുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കുള്ള ക്യാരക്ടറിന്റെ എൻട്രി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫാന്റാസ്റ്റിക് ഫോർ എന്നുള്ള സിനിമ MCUലേക്ക് വരുന്നുണ്ട്. അപ്പം അതിലായിരിക്കും കൂടുതൽ റിവലേഷൻസ് വരുന്നത്. ഫാന്റാസ്റ്റിക് ഫോറിന്റെ പഴയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് എന്താണ് ഒരു ക്യാരക്ടർ എന്നുള്ളത്. അന്ന് 2 സിനിമയായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട്, ഫാന്റാസ്റ്റിക് ഫോർ 1 അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് ദി സിൽവർ സർഫർ. ഈ 2 പടങ്ങളിലും എന്താണ് ഈ വിക്ടർ വോണ്ടോ എന്ന് പറയുന്ന ക്യാരക്ടർ, എന്താണ് ഈ വിക്ടർ വോണ്ടോം എന്ന് പറയുന്ന ക്യാരക്ടറും അതെങ്ങനെയാണ് ഒരു ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഡോക്ടർ ഡൂം എന്ന് പറയുന്നതിലേക്ക് ഒരു വില്ലനായിട്ട് മാറുന്നതും എന്നുള്ള ആ സിനിമയിലൂടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം പുതുതായിട്ട് വരുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുന്ന ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമയിൽ അത് കൃത്യമായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഈ ഒരു ക്യാരക്ടർ വരുമോ എന്നുള്ളത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എനിക്കൊന്നും അതിലൊരു നമ്മൾ താനോസിനൊക്കെ പോലെ ജസ്റ്റ് ചിലപ്പോൾ ഒരു ടീസ് ചെയ്യലോ അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് കൊടുക്കലായിരിക്കും. നമ്മുടെ അയൺമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം RDJ റോബർട്ട് ഡൗണി ജൂനിയർ ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പം നമുക്കറിയാം അയൺമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ യൂണിവേഴ്സിൽ ഇപ്പം പിന്നെ മൾട്ടിവേഴ്സ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറയുന്നില്ല, അത് കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് വരുന്ന സമയം കാണാം, എൻജോയ് ചെയ്യാം, അതങ്ങ് വിടാം. അങ്ങനെ ഞാൻ ആലോചിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ വേണ്ടിക്ക് ചെയ്യാം. ആ സംഭവം എങ്ങനെയാണുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം എത്രത്തോളം അഡാപ്റ്റ് ആവും അല്ലെങ്കിൽ ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ പടം വരാതെ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പം വോൾവറിൻ എന്ന് പറയുന്ന ക്യാരക്ടറും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കെവിൻ ഫൈഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസപ്ഷന് കിട്ടിയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അവർക്കൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഏർജ് കിട്ടിയിട്ടുള്ളതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പം ഓക്കെ പുള്ളി ഒരു വില്ലനായിട്ട് നമ്മൾ ഇനി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നില്ല, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഒരു ലെഗസി എന്ന് പറയുന്നത് അയൺമാൻ തന്നെയായിരുന്നു പറയാം അല്ലേ. അതിന്റെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ ഒരു ഡെത്ത് കൊണ്ടാണ്. അപ്പോൾ അതിനെ തൊടാതെ വേറൊരു രീതിയിൽ വേറൊരു ക്യാരക്ടറായിട്ട് വേറൊരു ഏരിയയിലേക്ക് വരികയാണ് വില്ലൻ എന്നുള്ള ക്യാരക്ടറായിട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതിലേക്ക് വരുമോ? നമ്മുടെ സ്പൈഡർമാനും ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ഈ ഒരു ഡൂംസ്ഡേ എന്ന് പറയുന്ന അവഞ്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ 2 യൂണിവേഴ്സിലേക്കുള്ള കൊളാഡ് ചെയ്യുക എന്നുള്ളതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പറയാൻ പറ്റും. പേഴ്സണലി എനിക്ക് തോന്നുന്നു നല്ല ഡിസിഷൻ തന്നെയാണ്, പക്ഷേ ഇതൊരു ഡെസ്പറേറ്റ് ഡിസിഷൻ ആണെന്നാണ് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഡീപ്ലി ഉള്ളിൽ എനിക്ക് തോന്നുന്നത്. കാരണം മാർവൽ നമുക്കറിയാം ഇപ്പം പഴയ പ്രതാപം ഇല്ലല്ലോ. അപ്പൊ അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇവര് അവതാരയിലെ അവസാന അസ്ത്രം
എടുത്ത് പ്രയോഗിക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റൂസോ ബ്രദേഴ്സ് എൻ്റെ ഗെയിമിന് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ്. അവരെ തിരിച്ചു കൊണ്ടുവന്നു, ആർഡിജനെ തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി സീരി അനൗൺസ് ചെയ്ത 2 പടത്തിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സ് സീരീസുകളിലെ ഇത് ലാസ്റ്റ് MCU അവഞ്ചേഴ്സ് സീരീസിലെ എല്ലാ സിനിമകളിലും മ്യൂസിക് ചെയ്തിട്ടുള്ള പുള്ളിനെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ആ പഴയ ടീമിനെ വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവന്ന് പ്രതാപം വീണ്ടെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഹോൾ കോൺസെപ്റ്റിലേക്ക്, അത് സ്റ്റോറിക്ക്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറി ലൈനിലും ബാക്കിയുള്ള സംഭവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ക്വാളിറ്റി നോക്കാതെ സിനിമകളുടെ എണ്ണം നോക്കിയിട്ട് പണ്ടത്തെ പോലെ ഒരു വർഷത്തിൽ 4-5 സിനിമകളും സീരീസുകളൊക്കെ ഇറക്കിയിട്ട് കുളമാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കൊണ്ടുവന്നാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റിട്ടേണിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ അറിയിക്കുക.